കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 22 മുതലുള്ള തിരുവചന ഭാഗം. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ തോമസ് ബെക്കറ്റ്. അദ്ദേഹം കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഹെൻറി ദ്വിതീയൻ രാജാവ് അദ്ദേഹം കോപിതനായി ഈ ശല്യക്കാരനെ ആര് ഒഴിവാക്കും എന്ന് ചോദിച്ചപ്പോൾ 4 ഭടന്മാർ എന്നിട്ട് ഈ മനുഷ്യനെ ദേവാലയത്തിൽ വെച്ച് വധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ച്, തൻ്റെ വിശ്വാസ സമൂഹത്തെ സമർപ്പിച്ച് അദ്ദേഹം മരണം ഏറ്റെടുക്കുകയുണ്ടായി. ഇനി ഇപ്രകാരം രാജാവ് കോപിതനാകാനുള്ള കാരണം, അദ്ദേഹം ബിഷപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവാണേലും ആരാണെന്ന് പറഞ്ഞാലും വിശ്വാസ സംഹിതകൾ അതനുസരിക്കണം. അതിന് ലംഘനം വന്നപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റും അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പം അങ്ങനെ പല പ്രാവശ്യമായിട്ട് രാജാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാതെ വന്നപ്പോൾ രാജാവിൻ്റെ ശത്രുവായി മാറി. ഇദ്ദേഹത്തെ ഒരുപാട് ദ്രോഹിച്ചു. അവസാനം അദ്ദേഹം അവിടുന്ന് വിപ്രവാസത്തിന് പോയി. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഈ വ്യക്തിയെ രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് നാടുകടത്തി. അങ്ങനെ പലവിധ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അവസാനം അദ്ദേഹം ദേവാലയത്തിനുള്ളിൽ വെച്ച് തന്നെ വധിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരെല്ലാം അവരെ നാടുകടത്തിയ ഒരു വ്യക്തിയാണ് ഹെൻറി ദ്വിതീയൻ രാജാവ്. ഒരു കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ നമുക്ക് നിത്യജീവന് വേണ്ടി നിലകൊള്ളാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതം എങ്ങനെയെങ്കിലും സൗകര്യപ്രദമാക്കാനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി മുമ്പോട്ട് പോകാൻ പറ്റും. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മേഖലയിലാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ഞാൻ എന്തെങ്കിലുമൊക്കെ സത്യത്തിന് വേണ്ടി കൂട്ടുനിന്ന് വെറുതെ എന്തിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക? ഒന്നും വേണ്ട. അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം. സംസാരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കേണ്ടടുത്ത് കയറി സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ തോമസ് ബെക്കറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരിക്കൽ മരണവക്കിലെത്തി നിന്നതാണ്. വളരെ അത്ഭുതകരമായിട്ടാണ് വെള്ളത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവൻ കിട്ടിയത്.
ഇനി അതുകൊണ്ട് തന്നെ മരണം വരെ വിശ്വസ്തനായിട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനമുണ്ടായി. നമുക്ക് വ്യക്തിപരമായ ദൈവാനുഭവം വന്നു കഴിയുമ്പോഴാണ് പിന്നെ മറ്റാരുടെയും പ്രേരണ കൂടാതെ തന്നെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആ ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുക. അത് അതിൻ്റെ ഉച്ചകോടിയിലെത്തുന്നതാണ്. രക്തസാക്ഷിയാകണമെങ്കിൽ രക്തസാക്ഷിയാകാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് ഈ ലോക ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടത് എൻ്റെ നിത്യജീവനാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇന്നത്തെ വായനകളും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും സ്ഥാനം പിടിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യ വായനയിൽ നമ്മൾ കണ്ടത് യോഹന്നാൻ ശ്ലീഹ പറയാണ്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്തവർ ഞാൻ പ്രകാശത്തിലാണെന്ന് പറഞ്ഞാലും അത് പിന്നെ ഒരു പാപം കൂടെ ചെയ്യുന്നതിന് കാരണമാകും. നീ വ്യാജം പറയുന്ന വ്യക്തിയാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനുള്ള മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ പ്രകാശത്തിലുള്ള ജീവിതം നയിക്കുന്നത്. അവരുടെ ശരീരമാണ് പ്രകാശത്തിൽ വസിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവൻ പ്രകാശത്തിലാണെന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ഇരുട്ടിൽ തന്നെയാണ്. പ്രകാശത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് പറയാൻ പറ്റും പ്രകാശത്തിലാണെന്ന്, പക്ഷെ അവൻ ഇരുട്ടിലാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് പോലും യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:15 വായിച്ചാൽ പറയുന്നുണ്ട്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അന്ധകാര പ്രവർത്തികൾ പരിത്യജിക്കണം, സഹോദര സ്നേഹത്തിലേക്ക് അവരുടെ ജീവിതത്തെ വളർത്തണം. അതുപോലെ തന്നെ നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ആദ്യ വായന പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ ശ്രദ്ധാപൂർവം പാലിച്ച, മോശ പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങൾ പോലും കൃത്യമായിട്ട് പാലിച്ചിരുന്ന വ്യക്തികളായിട്ട് നമുക്ക് ജോസഫിനെയും മറിയത്തെയും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ശുദ്ധീകരണത്തിന് സമയമായപ്പോഴത്തേക്കും അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ എത്ര പേര് കൃത്യമായിട്ട് എനിക്കൊരു കുമ്പസാരത്തിന് സമയമായി, ഞാൻ കുമ്പസാരിക്കാൻ പോവുകയാണ് എന്ന് പറയാനുള്ള പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിക്കാൻ സമയമായി, എനിക്കതിന് പോകണം എന്നുള്ള ആ ഒരു അവാജ്യമായിട്ടുള്ള ആഗ്രഹം അത് നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ? ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ മാതാപിതാക്കൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ശിശുവായ യേശുവിനെ ശുദ്ധീകരണത്തിനായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കാണുക. അവിടെ നമ്മൾ കാണുകയാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 8:9 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കുറേ ഭക്താഭ്യാസങ്ങൾ നടത്തുന്നതുമല്ല യഥാർത്ഥത്തിൽ നമ്മളെ ക്രിസ്ത്യാനിയാക്കുക. ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവർ, യേശുക്രിസ്തുവിനുള്ളവരാണ്, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് മാറുക. ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശിമയോൻ. പറയുണ്ട്, ശിമയോന് കൂടെ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ശിമയോന് കൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവർ നിർദ്ദേശപ്രകാരമാണ് ശിമയോൻ അറിയാമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് അവൻ രക്ഷകനെ കാണും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവനെ പ്രചോദിപ്പിച്ച് നേരെ ദേവാലയത്തിലേക്ക് ഓടാൻ പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശിശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ആ ദേവാലയത്തിൽ വരുന്നത്. ആ ശിശുവിനെ കയ്യിലെടുത്തുയർത്തി അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗം. ശരിക്കും ഈശോ നമ്മുടെ ചങ്കിൽ വന്ന് സ്ഥാനം പിടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സ്തുതിയായിട്ട് മാറുക. നമ്മൾ 4 പ്രാവശ്യം യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം എന്ന് പറയുന്ന അതല്ല ദൈവസ്തുതി. ശരിക്കും ദൈവസ്തുതിയായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്ത് ചങ്കിൽ യേശുവിനെ കാത്തു സൂക്ഷിച്ച് ആ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ദൈവസ്തുതി. ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം എന്ന് പ്രഭാഷകൻ 15:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടായവരിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥനയാണ് സ്തുതി.
ഇത് ഈ ശിമയോൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, അതോടെ ഈ ദൈവാനുഭവത്തോടുകൂടി ശിമയോന് പറയാൻ സാധിച്ചൊരു കാര്യം, ഞാൻ എപ്പം വേണേലും മരിക്കാൻ റെഡിയാണ്, ഈ നിമിഷം ഞാൻ റെഡിയാണ്. കർത്താവേ, ഈ ലോകം വിട്ട് എൻ്റെ യഥാർത്ഥ ഭവനമായി സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ കണ്ണുകൾ രക്ഷ കണ്ടു കഴിഞ്ഞു എന്നാണ് ആത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന ഈ വ്യക്തി വിളിച്ചു പറഞ്ഞത്. ഇപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ ഒരു അഭിഷേകത്തിലേക്ക് നാം ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.